ഈ ആശുപത്രിയുടെ MD-യുടെ കയ്യിൽ എൻ്റെ നമ്പർ കാണും. അയാളും എൻ്റെ കടക്കാരനാ. വരട്ടെ. ഞാൻ എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തു. ആ കുട്ടി അത് സ്വീകരിക്കുകയും ചെയ്തു. അതുകൊണ്ട് വിരട്ടലുകളൊന്നും അവളുടെ അടുത്ത് വേണ്ട. കടന്നു പോടി എന്റെ മുമ്പിൽ. ഞാൻ പോവാം. പക്ഷേ നിങ്ങൾ നേരിടുന്ന പ്രശ്നം അത് തീരാൻ പോകുന്നില്ല. അതിങ്ങനെ കിടക്കും, നീറി നീറി, ഒരിക്കലും അവസാനിക്കാതെ. കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. നിരഞ്ജനുമായിട്ടുള്ള നിങ്ങളുടെ അടുപ്പം ഉപേക്ഷിക്കണം. ഇല്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. എനിക്കത് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ട്? പലതും ഉണ്ട് അതിന്റെ കാരണങ്ങൾ. അതൊന്നും ഡോക്ടർ ജയശങ്കറിനെ ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ നിരഞ്ജന്റെ ഭാര്യയുടെ അച്ഛനാണ്. ആണല്ലോ. എങ്കിൽ മരുമോനോട് പറയുന്നതല്ലേ സാറിന് എളുപ്പം? ഞാനുമായിട്ട് ഒരു ബന്ധവും പാടില്ലെന്ന് എന്തുകൊണ്ട് സ്വന്തം മരുമോനോട് സാർ ആവശ്യപ്പെടാത്ത? ആവശ്യപ്പെടാഞ്ഞിട്ടല്ല, പറയുന്നതൊന്നും അയാളുടെ തലയിൽ കയറുന്നില്ല. അയാളിപ്പോൾ ഒരു മോഹവലയത്തിലാണ്. ആ മലയുണ്ടാക്കിയത് നിങ്ങളും. ജയശങ്കർ സാർ, ഞാനിപ്പോ സാറിന്റെ സ്റ്റുഡന്റ് അല്ല. ഒരു ഓൾഡ് സ്റ്റുഡന്റ് തരേണ്ട എല്ലാ മാന്യതയും തന്നുകൊണ്ടാ ഇതുവരെ ഞാൻ സാറിനോട് സംസാരിച്ചത്. കാട് കയറി എന്തെങ്കിലും പറഞ്ഞ ഞാൻ ആ മാന്യത അങ്ങ് വിടും. വെറുതെ അത് ചെയ്യിക്കണോ സർ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാണ് നിരഞ്ജൻ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? സാറിനോടല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ലാന്ന്. ഞാൻ ഒരിക്കലും നിരഞ്ജനെ കാണാൻ അങ്ങോട്ട് പോയിട്ടില്ല. നിരഞ്ജൻ ഇങ്ങോട്ട് വരിക ചെയ്തത്. സാറിന് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോയി നിരഞ്ജനെ തടയ്. എന്നെ അല്ല തടയേണ്ടത്, എന്നെ ഉപദേശിക്കുകയല്ല വേണ്ടത്. പ്രതികാരം ചെയ്യാൻ ഇറങ്ങിയതാണല്ലേ? ഒരിക്കലുമല്ല. ഞാൻ അത്തരക്കാരിയല്ല. എനിക്കതിന്റെ ആവശ്യവുമില്ല. എന്ത് കടപ്പാടിന്റെ പേരിലാണെങ്കിലും സ്നേഹിച്ച പെണ്ണിനെ ഒഴിവാക്കുന്നവൻ ആണല്ല എന്ന എന്റെ ബോധ്യം. കാമുകിയെ മറക്കണമെന്ന് ആവശ്യപ്പെടുന്നവനും ആണല്ല, മറക്കുന്നവനും ആണല്ല. എന്ന് വെച്ചാൽ ഞാൻ ആ ഗണത്തിൽ പെടുവെന്ന് അല്ലേ? അതൊക്കെ ഓരോരുത്തർക്ക് തീരുമാനിക്കാം സർ. ദയവ് ചെയ്ത് ഈ ആവശ്യം പറഞ്ഞുകൊണ്ട് ഇനി ഇവിടെ വരരുത്. നിങ്ങളിത് ഇങ്ങനെ തുടരാനാണ് ഭാവമെങ്കിൽ എനിക്കിനിയും വരേണ്ടി വരും. ആ തങ്കച്ചി എന്ന് പറയുന്ന സ്ത്രീ വന്നതേ എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും തരാനാ. ഞാനത് സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാന്നറിയോ? എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാമെന്നുള്ള ഉത്തമ വിശ്വാസം ഉള്ളതുകൊണ്ടാ. സർ ഇനി ഈ ആവശ്യമായിട്ട് ഇവിടെ വന്ന രണ്ട് കാര്യങ്ങൾ നടക്കും. ഒന്ന്, അത് സാറിന് തന്നെ പ്രോബ്ലം ആവും. രണ്ട്, നിരഞ്ജനെ എന്നേക്കുമായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. അത് വേണോന്ന് ആലോചിക്ക. എന്നിട്ട് മതി കടുത്ത തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. എനിക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല സർ. അതുപോലെയല്ല സാറിനും സാറിന്റെ മകൾക്കും. അത് മറക്കണ്ട.
ഡോക്ടർ പറയും. ആ വിശാൽ ഇപ്പോൾ ഫ്രീ ആണോ? ഞാനെപ്പോഴും ഫ്രീ അല്ലേ. എന്നാൽ എനിക്കൊരു ഉപകാരം ചെയ്യണം. ആ ആ തങ്കച്ചിയില്ലേ, അവർ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഓ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കാനാണോന്ന് അറിയില്ല. വിശാൽ ഒന്ന് വീട് വരെ ചെല്ലണം. അല്ല ഡോക്ടർ ഇപ്പോൾ അവിടെ ഉണ്ട്? ഞാൻ കുറേ ദൂരെയാ. അപ്പോൾ ഡോക്ടർ എങ്ങനെ അറിഞ്ഞു തങ്കച്ചി വീട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന്? അക്ഷര വിളിച്ചു പറഞ്ഞോ? ഏയ്, വിളിച്ചു പറഞ്ഞത് അക്ഷരയല്ല, വേറൊരാളാ. ആ ശരി, ഡോക്ടർ പേടിക്കണ്ട, ഞാൻ പൊയ്ക്കോളാം. പക്ഷേ ചെന്നാത് എൻ്റെ അങ്കിളിന് ഇഷ്ടമാവുമെന്നാ. വെറുതെ അങ്ങേരുടെ വായിരിക്കുന്ന കേൾക്കണം. അതിന് സാറവിടെ ഉണ്ടായിട്ട് വേണ്ടേ? സാറവിടെ ഇല്ല. ഉണ്ടായാലും സാറൊന്നും പറയില്ല. ഇനി പറഞ്ഞാൽ തന്നെ എൻ്റെ പേര് പറയാമല്ലോ വിശാലിന്. ഞാൻ ആവശ്യപ്പെട്ടിട്ടാ വന്നതെന്ന് പറയണം. സാറുമായിട്ട് കാശിൻ്റെ കാര്യം പറഞ്ഞ് വഴക്കിടാനായിരിക്കും തങ്കച്ചി പോയത്. സാർ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് ആ ദേഷ്യം മുഴുവൻ അവർ അക്ഷരയോട് തീർക്കും. ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കിട്ട അക്ഷര അത് കണ്ട് പേടിക്കും. എനിക്കറിയാവുന്ന അക്ഷരയ്ക്ക് പേടിയില്ല. അതിനു പകരം തങ്കച്ചി അടിച്ചിടും. എന്തായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് പോകാതിരിക്കുന്നില്ല. ദേ ഞാൻ ഇറങ്ങി. താങ്ക് യു വിശാൽ. ശരി. എന്തു വേണം? അക്ഷരയില്ലേ? ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്ക്, എനിക്കൊന്ന് കാണണം. എന്താ? അച്ഛനെ ആശുപത്രി വെച്ച് കണ്ടായിരുന്നു, അതാ നേരെ ഇങ്ങോട്ട് പോകുന്നത്. അങ്ങേര് ഇവിടെ ഇല്ലാത്തപ്പോഴല്ലേ നിന്നോട് സമാധാനത്തിൽ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റൂ. ഓ, നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണോ? എനിക്കൊന്നും കേൾക്കണ്ടെങ്കിലോ? അങ്ങനെ പറയല്ലേ, ഞാൻ ശത്രുവല്ല, മിത്ര. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല. നിങ്ങളെ സഹായിച്ചാ എന്റെ ഡാഡി ഈ അവസ്ഥയിലായത്. എന്തായാലും ആ അവസ്ഥയിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോളെ, നിന്നെ സഹായിച്ചത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടാനില്ല. നീ ചതിക്കപ്പെടരുതല്ലോ എന്ന് വിചാരിച്ചാ ഞാൻ കൂടെ നിൽക്കുന്നത്. അവളെ പൂട്ടാൻ എന്ത് സഹായം വേണമെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. ഏതവള്? എനിക്കറിയില്ല. തന്നെയുമല്ല, എനിക്ക് നിങ്ങളുടെ സഹായം ഒന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾ എന്തിനാ വീണ്ടും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അവള് നിസാരക്കാരിയല്ല. നീ ഉടനെ എന്തെങ്കിലും ചെയ്യണം, ഇല്ലെങ്കിൽ നിരഞ്ജന നിനക്ക് നഷ്ടപ്പെടും.